ഹലോ KNK സെക്കൻഡ് ഹാൻഡ് കാർ സെയിൽസ് ഷോറൂം. ഞാനൊരു കാർ എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണേ. പറയൂ സാർ. അത് എന്റെ ഭാര്യയുടെ 45ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സാർ. താങ്ക് യു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ടൂറ് പോകാനായിട്ടൊരു കാറ് വേണമായിരുന്നു. ഓക്കെ സാർ. അനന്താ സാർ നമ്മുടെ ഷോറൂമിലേക്ക് വന്നാൽ സാർ. അല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. AC വേണ്ട. ഓക്കെ, AC വേണ്ട സാർ. കാരണം നമ്മളിപ്പോ CC അടഞ്ഞ് തീരാറായിരിക്കും. അപ്പൊ പിന്നെ AC-യുടെ ആവശ്യം ഇല്ലല്ലോ. ഓക്കെ സാർ. പിന്നെ വേറൊരു കാര്യം, ഇത് നമുക്ക് ലോങ് ട്രിപ്പ് പോകാനായിട്ടാണ്. അപ്പൊ ഇത് ലോങ് ഒക്കെ ഓടിക്കാൻ പറ്റുമോ? സാർ എവിടേക്കാണ് സാർ ലോങ് ട്രിപ്പ് പോകുന്നത്? കുളു മണാലി. എവിടെ? കുളു മണാലി എന്ന് പറഞ്ഞാൽ ഈ തണുപ്പുള്ള സ്ഥലമല്ലേ സാർ? കാറിനകത്ത് AC ഇല്ലല്ലോ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. അങ്ങനെ സാർ ഒരു കാര്യം ചെയ്യൂ. നാളെ രാവിലെ ഭാര്യയും കൂട്ടി ഒന്ന് ഷോറൂമിലേക്ക് വന്നാൽ മതി. വന്നേക്കാം. ഓക്കെ സാർ. ഓക്കെ. ഹലോ, നമസ്കാരം. അയ്യോ, നമസ്കാരം സാർ. ഞാൻ നേരത്തെ ഇവിടെ വന്നൊരു 13 ലക്ഷം രൂപയുടെ കാർ എടുത്തിരുന്നു. എനിക്കറിയാം സാർ, നമ്മുടെ മെയിൻ കസ്റ്റമർ അല്ലേ സാർ? കാരണം ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും. അതെനിക്കറിയാം സാർ, അതുകൊണ്ടാണല്ലോ കിണറ്റി കൊണ്ടിട്ടത്. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എനിക്ക് ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിയില്ല, നമ്മുടെ എയർ ബാഗ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നേരെ കൊണ്ടുവന്ന കിണറ്റിലിട്ടത്. നന്നായി സാർ. നോക്കിയ സമയത്ത് എഞ്ചിൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ പഴയ 13 ലക്ഷത്തിന്റെ വണ്ടിയില്ലേ, അപ്പൊ അതിലൊരു മാർക്കറ്റ് വില ഇട്ടിട്ട് ഇവിടുന്ന് ഒരു വണ്ടി എടുക്കാനാണ് സാറിന്റെ പ്ലാൻ. അത് ഞങ്ങള് കമ്പനിയിലും സംസാരിച്ചപ്പോ അതിന് 50,000 രൂപ തരാൻ പറ്റത്തുള്ളൂ സാർ. നീ എന്തിനാടാ ചിരിക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ് സാർ. അല്ലല്ല, ഇങ്ങനെ കസ്റ്റമറിനോട് ചിരിച്ചേ പെരുമാറാവൂ. 50,000 രൂപയുടെ വണ്ടിയോ? അതെ, 50,000 രൂപ വണ്ടിയാണ് സാറിന് ഈ കിടക്കുന്നത്. അപ്പോ എയർ ബാഗ് ചെക്ക് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഈ കിടക്കുന്നത്. വണ്ടി ഓടിക്കാൻ തീരുമാനമില്ലേ സാർ? അല്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ വിവാഹമാണ്. അപ്പൊ അതിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും കൂടെ പോകാനായിട്ടാണ് ഞാനൊരു കാർ എടുക്കാനായിട്ട് വന്നത്. കടബാധ്യതകൾ കൊണ്ട് ഒന്നും കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ അങ്ങ് ഗൾഫിൽ പോയി ഉണ്ടാക്കിയ കാശാണ്. എന്നിട്ട് കടബാധ്യത തീർന്നു സാർ? ഇപ്പൊ 2 രാജ്യത്ത് കടവായി. നമ്മള് കടം തീർക്കാനായിട്ട് പോയാലും നമ്മുടെ കടബാധ്യതകളൊന്നും തീരൂല്ല. അതുകൊണ്ട് തന്നെയാണ് സാറിന് ഭാഗ്യമുണ്ട്. ഒരു ഓട്ടോമാറ്റിക് കാറാണ് ഞാൻ സാറിന് വേണ്ടി മാറ്റിയിട്ടേക്ക്. അങ്ങനത്തെ കാർ തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ ക്രിക്കറ്റ് കുത്തും. അവൾ പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റിക് കാർ മതി എന്നാണ്. പിന്നെ സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്താണ് നമ്മുടെ ഓട്ടോമാറ്റിക് കാറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? പെൻഡ്രൈവ് ആണ്. പെൻഡ്രൈവോ? പിന്നെ കമ്പ്യൂട്ടർ അല്ല ഞാൻ ചോദിച്ചത്, കാറാണ് എനിക്ക് വേണ്ടത്. അയ്യോ അല്ല, ഇതൊരു ലേഡി ഓടിച്ച വണ്ടിയാണ്, പെൻഡ്രൈവ് ആണ്. പക്ഷെ വണ്ടിക്ക് ഭയങ്കര പ്രത്യേകതയാണ് സാർ. എന്താണ്? ഈ വണ്ടി വീട് കോടതി അങ്ങനെ ഓടിയ വണ്ടിയാണ്. അങ്ങനെ കേസും കൊല്ലാപ്പുള്ള വണ്ടിയൊന്നും എനിക്ക് വേണ്ട. കേസും കൊല്ലപ്പല്ല സാർ, ഇതൊരു വക്കീലിന്റെ ഇരുന്ന വണ്ടിയാണ് സാർ. ഒരു ലേഡി വക്കീല്. വീട് കോടതി ശരിക്കും കേസുള്ള വക്കീലാണല്ലേ? അതെ. എത്ര വർഷം പഴക്കമുണ്ട്? 10 വർഷത്തെ പഴക്കമുണ്ട് സാർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 250. അപ്പൊ നല്ല കേസുള്ള വക്കീലേ. സാറേ, നമ്മളെ വണ്ടിക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് വേണം, അതുള്ള വണ്ടി എടുക്കണമെന്ന് തന്നെയാണ് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടിരിക്കുന്നത്. 80-ന് മേലെ കയറരുത് സാർ. അതെന്നാ? ഫോൺ വർക്ക് ആവത്തില്ല. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി വേണം, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതെ. പിന്നെന്താണ്? പിന്നെ രാത്രി കാലങ്ങളിൽ ഹോൺ അടിക്കരുത് സാർ. അതെന്താ? ലൈറ്റ് കത്തത്തില്ല. ഓട്ടോമാറ്റിക്. പിന്നെ നമ്മുടെ കാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, എന്താണ്? വണ്ടി നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പെട്രോൾ എങ്ങാനും തീർന്നാൽ അതവിടെ നിൽക്കും. ഓട്ടോമാറ്റിക്. സാറിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവും. പിന്നെ സാറ് കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഞങ്ങളുടെ വകയായിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് സാറിന്. എന്താണോ? ഒരു ഹെൽമെറ്റ്. ഈ കാർ എടുക്കുന്ന എനിക്ക് എന്തിനാ ഹെൽമെറ്റ്? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പെട്രോൾ തീർന്ന് വഴി നിൽക്കുമെന്ന്. അങ്ങാനും വഴി നിന്ന് കഴിഞ്ഞാൽ ആ ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഏതെങ്കിലും വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോയാൽ 100 രൂപ പെട്രോൾ വെച്ച് ഒഴിച്ചുകൂടെ? സംഭവങ്ങളും കാര്യങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി പ്രത്യേകിച്ചൊന്നുമില്ല സാർ. കാരണം ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഇവിടെ ആയാലും ഞാൻ 2-3 പ്രാവശ്യം സിഗരറ്റ് വലിക്കും. സാറേ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. എന്താ? വാഹനത്തിനകത്തിരുന്ന് പുക വലിക്കരുത്. ഇതൊരു ഇൻഫർമേഷൻ മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണ്? ഈഗോ അടിക്കും. ആർക്ക്? എഞ്ചിന്. ഓൾറെഡി അത് പുക വിടുന്നുണ്ടല്ലോ. കാറിന്റെ അകത്തിരുന്ന് പുക വിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് സാർ. ഓട്ടോമാറ്റിക്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ എനിക്കിതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയത്തില്ല. കാരണം ഒരു പ്രാവശ്യം നമ്മൾ അബദ്ധത്തിൽ പെട്ടു. അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന എന്റെ മാമനാണ്. മാമൻ വന്ന് വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി നമ്മൾ എടുക്കും. എന്റെ മാമൻ എന്ന് പറഞ്ഞാൽ പഴയ സ്ക്രൂ ഡ്രൈവറാ. അപ്പൊ മാമി എന്ന് പറഞ്ഞാൽ പഴയ സ്പാനറാണോ? സ്ക്രൂ ഡ്രൈവർ അല്ലെന്ന്, പിന്നെ പഴയ സ്കൂൾ ഡ്രൈവർ. അംബാസിഡർ കാറിൽ ഒരുപാട് ആൾക്കാരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് എന്റെ മാമൻ. ആ ആള് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. മാമൻ വരാതെ ഇനി ഒരു കാര്യം വേണ്ട. മാമൻ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. മാമൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ് വേണ്ടത്.
നമസ്കാരം. നമസ്കാരം. ഞാൻ ഭ്രാന്തായി. അയ്യോ, ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് എന്റെ അടുത്ത് ഭ്രാന്താണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത്. എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ഇത് ആരാ? വണ്ടി ഭ്രാന്തെന്ന്. വണ്ടി ഭ്രാന്തനാ? ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ മറ്റേ സ്കൂൾ ഡ്രൈവർ മാമൻ. സാറിന്റെ മാമനാണോ? ദാണ്ട് ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എവിടെ? ദാണ്ട് ഇത്. എടാ, ഈ കമ്പിളി പതപ്പ് മേടിക്കാനാണ് നീ എന്നെ കൊണ്ടുവന്നത്. കമ്പിളിപ്പതപ്പല്ല മാമ, ഈ കമ്പിളിപ്പതപ്പിന്റെ അടിയിലാണ് നമ്മുടെ കാർ കിടക്കുന്നത്. അതിന്റെ അടിയിരിക്കണം. ഇപ്പൊ പൊക്കി നോക്കരുത്. ഇതിന് നമുക്കൊരു ടൈമിംഗ് ഉണ്ട്. അതായത് നമ്മുടെ രാഹുകാലങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം ഇത് പൊക്കി നോക്കാനായിട്ട് പറ്റത്തുള്ളൂ മാമ. നീ വന്നോ. എന്താ മാമ? ഇത് അഴുക്ക വണ്ടിയുടെ കൊള്ളൂല. അത് അന്ന് മാമ അങ്ങനെ ഇടുക്ക് വണ്ടി എന്റെ ഉണ്ടെന്ന്. അതെന്നെ വർത്താനോ മാമ പറയണത്? 2005 മോഡല് മാരുതി 800 കിടുക്ക് വണ്ടി ഞാൻ സെറ്റാക്കി തരാം. സമാധാനപ്പെട്ട് നില്ല അവിടെ. OLX ഇട്ടിട്ട് പോയില്ലല്ലേ? മാമന്റെ വണ്ടി എന്റെ ആ പേടക എന്റെ തലയെ കെട്ടിവെക്കാനുള്ള പരിപാടി നോക്കുവാണ്. എന്റെ മാമ ഇതെന്ന് പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ്. മനസ്സിലായ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ വണ്ടികൾ വിൽക്കുകയും ചെയ്യാം, പഴയ വണ്ടികൾ വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പുള്ളിയുടെ അടുത്ത് പറയാനുണ്ട്. എന്തുവാ മക്കളെടാ, എന്താ സാർ? വണ്ടി ഒരു പഴയ വണ്ടി ഉണ്ട്. ആ 800ന്റെ കാര്യം പറയാൻ പോവാ. അതല്ലെന്ന്, വേറൊരു കിടുക്ക് വണ്ടി ഉണ്ട്. അത് നമുക്ക് അതിനൊന്ന് മറിക്കണം. മറിക്കാനാണെങ്കിൽ മരുമോന്റെ കൊടുത്തത് സാർ. ഒരെണ്ണം മറിച്ചതിന്റെ ബാക്കി ഇവിടെ ഇറക്കാം. അതല്ലെന്ന്, ആ വണ്ടി കച്ചവടം ചെയ്യണം. കച്ചവടം ചെയ്യണം. സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിനൊന്ന് മറിച്ച് വിറ്റ് തരണം. അത് എത്ര ഓടിക്കാണ് സാർ വണ്ടി? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എത്ര ഓടിയൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അതെങ്ങനെ അറിയാതെ നമ്മൾ എങ്ങനെ? അതിനൊരു കാര്യം ചെയ്യാം. ഡോക്ടറിന്റെ മറ്റേ ഇതില്ലേ, സിഗ്നൽ മറ്റേ ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വണ്ടി ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കാം. നല്ലൊരു ഐഡിയ ആണ് സാർ. സാർ വണ്ടി ഏതാണ് സാർ? പെട്ടിയാട്ടോ. പെട്ടിയാട്ടെ? മാമന് എന്നെ വർത്താനം പറയുന്നത്. ഏതെങ്കിലും ഡോക്ടർമാര് പെട്ടിയോട്ടയിൽ കയറി പോകുന്ന മാമ കണ്ടിട്ടുണ്ടോ? പിന്നെ മൃഗാശുപത്രി ഡോക്ടർ പിന്നെ പശുവിനെ ആട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരണം? ആശുപത്രിയില്ലേ? പിന്നെ അല്ലാതെ എന്റെ മാമ അതിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇവിടുത്തെ വണ്ടിയുടെ കാര്യം സംസാരിക്കും, അല്ലാതെ അതല്ലേ കയറി സംസാരിക്കേണ്ടത്. സാർ ഇത് കുടിക്കൂ സാർ. ഞങ്ങളുടെ ഒരു കോംപ്ലിമെന്ററി ആണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മക്കളെ, ഈ വെള്ളം വാങ്ങിച്ച് കുടിക്കരുത്. ഈ ആട്ടിനെയും പശുവിനെയും ഒക്കെ അറക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കൊടുക്കൂലേ? ആ പരിപാടിയാണ്. ശോഷാണത്. ശോഷണല്ല, എന്നാണ് പറയേണ്ടത്. അത് കുടിക്കാന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതമാരെ ചതിക്കും നമ്മളെ. മാമന് വേണ്ടേ? ഞാൻ ഈ വക വെള്ളം ഒന്നും കുടിക്കുക. ഇത്തിരി കൂടെ ചെറിയ ക്ലാസ് എടുക്കാൻ മേലായിരുന്നില്ല. വെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ സാർ? ഓക്കെ, താങ്ക് യു സാർ. തീർത്താ? സത്യം പറ മാമ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നീ വെള്ളം കുടിച്ചത് നിനക്കല്ലേ അഭിപ്രായം? എന്റെ അടുത്ത് അതല്ല മാമൻ, ഞാൻ മാമന്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലായിരുന്നു? നാരങ്ങയുടെ കേസ് ഞാൻ പറഞ്ഞിരുന്നില്ല, വണ്ടി റെഡി വെക്കാനായിട്ട്. നാരങ്ങല്ല ഉണ്ട്. അതെ, പിന്നെ എനിക്കൊരു കാര്യം പറയാം. എന്താണ്? അതുകൊള്ള ഈ പഴയ വെള്ള അംബാസിഡർ ഇവിടെ ഉണ്ടായിട്ടാണ് എന്റെ അടുക്കൽ പിന്നെ വേറെ വണ്ടി ഇല്ലെന്ന് പറഞ്ഞു. വെള്ള അംബാസിഡർ അല്ല സാർ, സാറിന്റെ മാമനാണ്. കണ്ണാടി എടുത്ത് പോയി. മാമാ, മറ്റേ നാരങ്ങ എടുത്തരാം. നാരങ്ങ എടുക്കുക, നോ പ്രോബ്ലം. ടയറിനടി വെക്കാൻ നീ നാരങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ നാരങ്ങ എടുക്ക്. നാരങ്ങയല്ലേ? നമ്മള് വണ്ടി എടുക്കാൻ വന്നതാണ്, അല്ലാതെ വണ്ടി മറിക്കാൻ വന്നതല്ല. എടാ, ഇതെടുത്ത് വെച്ചാൽ വണ്ടി അടയായിട്ട് എടുത്തൂടെ? മാമൻ ഞാൻ ചെറുനാരങ്ങയുടെ കാര്യമാണ് പറഞ്ഞത്. നാരങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു. നാരങ്ങ ഞാൻ മേടിച്ചു. മാമൻ ആളെ വേണമെന്നുണ്ടെങ്കിൽ മാമൻ വീട്ടിൽ പോയി ഉണ്ടാക്കി വെച്ചാൽ മതി. എന്തൊരു കഷ്ടമാണെന്ന് പറ. അതെ, എന്താണ് ഇനി ഡോക്യുമെന്റ്സ് ഒന്ന് സൈൻ ചെയ്യണം. ഡോക്യുമെന്റ്സ് ഞാൻ ചെയ്തുതരാം. താങ്ക് യു ഞാൻ ഇരുന്നോട്ടെ. ഇരുന്ന് ചെയ്തു സാർ. എടുത്ത് നോക്കി. ഇവിടെ ചെയ്യണം അല്ലേ? അവിടെ ചെയ്യണം സാർ. അവിടെ ഒരു ഉപ്പ്. അവിടെ ഒരു ഉപ്പ്. പഴുതാര വലിച്ച് കളിക്കുക സാർ. പഴുതാരല്ലേ ഇതെന്റെ ഒപ്പാണ്. ഓക്കെ സാർ. ഇത് തീരുന്നില്ലല്ലോ. ഒരുപാടുണ്ട് സാർ. ഇനിയുണ്ടോ? എല്ലാം എഴുതി വാങ്ങിക്കാനുള്ളതല്ലേ സാർ? എഴുതി സാർ. ഓക്കെ ഓക്കെ, താണ്ട് ഒപ്പിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആയി. പിന്നെ വേറൊരു കാര്യം, അടുത്ത മാസം മുതൽ വേണം EMI അടച്ച് തുടങ്ങാൻ. വണ്ടി എടുക്കാൻ അവന്റെ അമ്മായിയമ്മ പൈസ അടക്കണമെന്ന് പറഞ്ഞാൽ ഏർപ്പെടാതെ. അവന്റെ അമ്മായിയമ്മ എടുക്കണമെന്ന് പറഞ്ഞു. EMI ഉത്ഭവം എന്താന്ന് നിനക്ക് അറിയാമോ? എന്തുവാ? ഇനി മനസമാധാനം ഇല്ല. നമുക്കിനി കേക്ക് മുറിയിലേക്ക് പോയാലോ? കേക്കിലേക്ക് കേക്ക് മുറിക്കാം സാർ. കേക്ക് മുറിക്കുന്നു. മാമ, ക്യാബേജ് കറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ക്യാബേജ് അല്ല കേട്ടോ, അതിന്റെ ഡിസൈൻ. അത് അങ്ങനെ മുറിക്കുന്നത്? ഇത് മുറിക്കണമെങ്കിൽ കത്തി വേണം. ഏതാ? എവിടെ ഇരിക്കണം? കുഴപ്പമില്ലേ, ഇങ്ങനെ തിന്നു കുറച്ച് തിന്നളിയാ. ഒരു വണ്ടി എടുക്കാൻ നേരത്തെ എന്തെങ്കിലും ഇത് എന്തൊരു കഷ്ടമായത്. ഒരു കേക്ക് മേടിച്ചോണ്ട് വന്നിട്ട് ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കട്ടെ. ഇത് എന്തൊരു കഷ്ടമാണ്. നല്ലതാണ്. ഒരു കാര്യമില്ല, നമുക്കിനി വണ്ടി കൈമാറ്റുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ സാർ, കേക്ക് മുറിച്ച സ്ഥിതിക്ക് നമുക്കിനി ഇപ്പൊ താക്കോല് കൈമാറാം സാർ. താക്കോല് കൈമാറാം. മാമ, താക്കോല് കൈമാറാനായിട്ട് പോവാ. എന്തൊരു ഏർപ്പാടാ അത്? ഈ വലിയ താക്കോൽ എങ്ങനെയാണ് ഈ വണ്ടിക്കകത്ത് കയറ്റണത്? ഇവന് 4 പിള്ളേരാണ്. ഈ പിള്ളേരെ വെച്ചോണ്ട് തന്നെ ഈ ഡോർ മൊത്തം ഇടിച്ച് പൊളിക്കേണ്ടത്. ഇത് മൊത്തം വാടാ പോടാ, ഇത് പറ്റിപ്പോടാ, വാടാ പോടാ. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാ. ഇത് കഴിഞ്ഞിട്ട് ചെറിയ താക്കോല് കൊടുക്കും. അതെ, ബഹളം ഉണ്ടാക്കില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഓട്ടോമാറ്റിക് ആണെന്ന്. സംഭവം മരുമോന് ക്ലച്ച് പിടിക്കണ്ട. അല്ല, ഏർപ്പാട് എങ്ങനെ ഇരിക്കണം? നീ ഗൾഫിൽ പോയി കിടന്ന് പൈസ വെപ്പിച്ചോണ്ട് ഒരു കാർ എടുക്കാൻ വന്നപ്പോ പറയാ നീ ക്ലച്ച് പിടിക്കരുതെന്ന്. നീ പറഞ്ഞ വണ്ടി എടുത്താ നീ ക്ലച്ച് പിടിക്കലെന്ന് പറയാ. നീ ആടാ നീ? ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞല്ല സാർ, ഇവിടെ ക്ലച്ച് ഇല്ല.
എടാ ക്ലച്ച് ഇല്ലടാ, നമ്മൾ ചതിക്കപ്പെട്ടു. പോവാ നമുക്ക്. ഇവിടെ ക്ലച്ച് ഒന്നും ഇല്ലെന്നാ എന്റെ വണ്ടിക്കകത്ത്. എന്റെ മാമ ക്ലച്ച് ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ക്ലച്ച് വേണ്ട, ഗിയറില്ലേ? ആ പഴയ കാലഘട്ടമല്ലടാ, എനിക്ക് അറിയത്തില്ല. അതാണ് മാമ. അപ്പൊ എന്താണ്, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാമല്ലോ. കാര്യങ്ങളിലേക്ക് കിടക്കാം സാർ. വണ്ടി ഇറക്കാമല്ലോ. വണ്ടി ഇറക്കാം മാമ. അപ്പൊ നമുക്ക് വണ്ടി ഇറക്കാം മാമ. ഇറക്കാം. തേങ്ങ ഇല്ലേ മാമ? തേങ്ങ ഇരിപ്പുണ്ട്. തേങ്ങ എടുക്ക്. തേങ്ങയുണ്ട്. 6 മാസം മുമ്പ് വാങ്ങിച്ച തേങ്ങയാണ്. 6 മാസത്തിന് മുമ്പ് മാമൻ തേങ്ങയാണ് മേടിച്ചു വെച്ചത്. ഇവിടെ തേങ്ങയുടെ വില എപ്പോഴാണ് മാറണമെന്ന് പറയാൻ പറ്റൂല. അമ്മൻ തിരക്കാൻ കിടന്ന് ഓടെയാണ്. ആകപ്പാട് ഒരു തേങ്ങയേ ഉള്ളൂ. ആണല്ലേ? എപ്പോഴും ഇറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. അല്ല മാമ, ഞാൻ വണ്ടി എടുക്കാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് മാമൻ എന്തെങ്കിലും ഒരു ഉപദേശം. എനിക്ക് അമ്പലത്തിലേക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് മാമ. എടാ ഒരു കാര്യമുണ്ട് കേട്ടോ. നീ അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാര പൂജ നടത്തണം. അതിനാ മാമ? എടാ നീ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ ഭയങ്കര പ്രാക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവൂടാ. വണ്ടി എവിടെയെങ്കിലും ഉരയ്ക്കണം എന്നുള്ള പ്രാക്കുകളും കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാ. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രാകാൻ ആരാ മാമ ഉള്ളത്? ഞാൻ തന്നെ. പിന്നെ ഞാൻ സൈക്കിളിൽ പോകുമ്പോ നീ കാർ ഓടിച്ചുകൊണ്ടെന്ന് പിന്നെ എനിക്ക് നല്ലൊരു ഇരിക്കാൻ പറ്റും. എന്റെ പൊന്നു മാമ, നമുക്ക് തേങ്ങ ഉടച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. എന്നേ ഉള്ളു. തേങ്ങ ഉടക്കാനായിട്ട് ഇവിടെ ഈ ഭാഗത്തൊരു തേങ്ങ എറിയും. ഇവിടെ അറിയാൻ പറ്റൂല. അയ്യോ, ഇത് ഇറ്റാലിയൻ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. എന്റെ പൊന്ന് ദൈവത്തെ ഓർത്ത് സാർ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉടക്കോ സാർ. മക്കളെ പോയി മാമ തേങ്ങ ഉടക്കിട്ടു. ഞാൻ അവളെ വിളിച്ച് പറയട്ടെ വണ്ടി എടുത്ത കാര്യം. എന്റെ കവർ എടുക്കുകയാണ്. സിസിലി വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ ഞാൻ കൊണ്ടുവരാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, വണ്ടി ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് നമ്മുടെ ഷോറൂമിന്റെ പുറത്തോട്ട് എടുത്തിട്ട് തന്നെ. 1 ലക്ഷം രൂപയാവും സാർ. വണ്ടി എടുത്ത് പുറത്തിടുന്നതിന് എന്തിനാണ് 1 ലക്ഷം രൂപ? അല്ല, ഞാൻ എന്ന് വണ്ടി എടുത്താൽ ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ച് മറിച്ചാ പോകുന്നത്. വേണ്ട. അപ്പോ 50,000 രൂപ നമ്മൾ മറ്റേ വണ്ടിയിൽ ബാക്കി നിൽപ്പുണ്ട്. അതെ. അതുപോലെ ഒരു 1 ലക്ഷം രൂപ അടക്കേണ്ടി വരും. അതെന്നാ വർത്താനോടെ പറയുന്നത്? 50,000 രൂപ അടച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്? അതെ, 50,000. ഇനി ഈ 1 ലക്ഷം രൂപ എവിടെ തോന്നുന്നു? അല്ല, 1 ലക്ഷം രൂപ അടയ്ക്കണം സാർ. അതെന്തിനാന്ന്? കാര്യം മാമൻ തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി പോയില്ലേ സാർ. മാമൻ തേങ്ങ ഉടച്ചിട്ടത് ബെൻസിന്റെ ഗ്ലാസ്സില. ഞാൻ ഇവിടെ CCTV കണ്ടോണ്ടിരിക്കുകയാണ് സാർ. മാമനാ? ആ മാമൻ തേങ്ങ ഉടച്ച്. എടാ, നിങ്ങളുടെ വണ്ടിയുടെ ചില്ലല്ലേ പൊട്ടിയത്? എന്നിട്ട് നീ എന്തിനാണ് ചിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ പോളിസിയാണ് സാർ. എന്തോ? കസ്റ്റമറിന്റെ ചിരിച്ചോണ്ടേ സംസാരിക്കാവൂ. അവന്റെ ഒരു കൊലച്ചിരി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.